മോർണിംഗ്. ഭയങ്കര തിരക്കുള്ള ദിവസമാണ്. സോ കം ടു ദ പോയിന്റ്. സർ, ഈ ബ്രൈറ്റിന്റെ പേര് കണ്ടില്ലേ? എന്തൊരു എനർജറ്റിക്കാ, നല്ലൊരു ചരിഷ്മയുണ്ട്. സാറിന്റെ പേര് നമുക്ക് അതുപോലെ മാറ്റിയേ പറ്റൂ. ഞാനിപ്പോ 6 സിനിമകളും ചെയ്ത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ പേര് മാറ്റിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാറേ അതൊരു 50 സിനിമ ആകുന്നതിന് മുന്നേ ഇപ്പോഴേ മാറ്റുന്നതല്ലേ നല്ലത്. കറക്റ്റ്. അത് മാത്രമല്ല സാർ, ഈ കൃപേഷ് എന്ന് വിളിക്കുമ്പോൾ കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ. എനിക്കല്ല സാർ, മറ്റുള്ളവർ. So we have found some good energetic names for you. Just read it out. വായിക്ക് കേക്കട്ടെ. സർ, ആദ്യത്തെ പേര് വിനിൽ. വിനിൽ. വി നിൽ. നില്ലെന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട. ഓക്കെ. അടുത്തതൊരു ട്രഡീഷണൽ പേരാണ്, പ്രദോഷ്. പ്രദോഷ് സന്ധ്യ. മൊത്തം കഴിഞ്ഞു, കത്തി തീർന്നു അല്ലേ? നേരം വെളുത്തിട്ടൊക്കെ വേണം വേറെ പേര് വൈകിടും. ഓക്കെ സർ, ഒരു റഷ്യൻ സ്റ്റൈൽ ഒരു പേരുണ്ട്. റഷ്യൻ പേര് എന്നാ? നല്ലതാ സാറ് ഹോളിവുഡിൽ പോകുമ്പോൾ ഗുണം ചെയ്യും. റഷ്യൻ പേര് വായിക്കും, മിഷ്കിൻ എന്നൊക്കെ പറയുന്നത്. ബ്രാഷ്നേവ്. അത് വേണ്ട സാർ. ഈ ബ്രാഷ്നേവ് എന്നുള്ളത് ഫാൻസുകാർ ചുരുക്കി ബ്രാക്കുട്ടപ്പൻ എന്ന് വലുതാക്കിയാൽ മൊത്തം കുഴപ്പമാവും. കട്ട് ചെയ്ത് വിട്ടാലോ? പറഞ്ഞു വിട്ടേക്കാം സാർ. ഇങ്ങോട്ട് താ, ഞാനിത് വായിക്കാം. അടുത്തൊരു പേര് ആക്രാന്ത്. ആക്രാന്തോ? ആക്രാന്ത് അല്ല സർ, ആകാന്ത്. ഇതൊരു കൂറപ്പേരാടോ. I told you na, ഇതൊന്നും സാറിന് ഇഷ്ടാവില്ല. The next name is energetic, exotic, fantabulous, ആഘോഷ്. ആഘോഷ്. ഗുഡ്. Life is an ആഘോഷം. Cinema is an ആഘോഷം. So an actor like you should have the name ആഘോഷ്. പോയിന്റ്. Fix it. ഫൈനലി നമ്മളെന്തായാലും പേര് മാറ്റുകയല്ലേ, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ആഘോഷത്തോടെ ഒരു മേനോൻ കൂടി വെച്ചാൽ കുഴപ്പമുണ്ടാവോ? ആഘോഷ് മേനോന്ന്. Nice. ആഘോഷ് മേനോൻ. ജോഷി ചിത്രത്തിൽ ആഘോഷ് മേനോൻ, പ്രിയദർശൻ ചിത്രത്തിൽ ആഘോഷ് മേനോൻ. Wow, it's quite interesting. വണ്ടർഫുൾ. ഈ മേനോന്മാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കും അല്ലേ? Hey, no. ഇനി ബിജു മേനോൻ വല്ല കുഴപ്പമുണ്ടാക്കുമെന്ന് അറിയില്ല. അതെ. ഹേയ്, പുള്ളി ഒരു പാവോട്, ഞാൻ പറഞ്ഞ ഡീൽ ചെയ്തോളാം. Okay, so let's clap for ആഘോഷ് മേനോൻ. Thank you. ദൈവമേ, ഈ മകൻ്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ. ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ, അന്ധവിശ്വാസം, കയ്യിലിരിപ്പ്, അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ് അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടിളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ. പൊളിഞ്ഞു പോപ്പാടുള്ളത് അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ. മണ്ടന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല. സമയം കിട്ടുമ്പോൾ പോളൂട്ടി ബ്രദർ ഒന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി, നിറയെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണാം. ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല, ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ്. കൈവച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം. മോഹൻ ഒരുപാട് സൂക്ഷിക്കണം. ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം. ബ്രദർ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോഹൻ, ആർസി എന്താടാ? നീ ആരുടെ ഗുണ്ടയോ അതോ പോലീസോ ക്ലബ്ബ് കയറി തല്ലുണ്ടാക്കാൻ? ഇവനറിയാലോ എന്താ ഉണ്ടായതെന്ന്. നീ ആയിരുന്നെങ്കിൽ അവൻ്റെ തലയടിച്ച് പൊളിച്ചേനെ. നോക്ക്, നീ ഒരു നടനാണ്, ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ്. ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം. ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. രണ്ടുപേരും കൂടി പിടിച്ചെള്ളി ഇങ്ങോട്ട് വന്നെന്തിനാന്ന് പറ. പറയാം. സിനിമ ഇറങ്ങിയ അന്ന് മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്കിതിനൊരു അംഗീകാരം കിട്ടുമെന്ന്. അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ തല്ല് കാരണം പോയി കിട്ടും.
കഴിഞ്ഞ 10-12 ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിങ് ആയിരുന്നു. ജൂറി ചെയർമാൻ TK നൗഷാദ്. ആരാതറിയാവോ? നീ അന്ന് നൽകിയ ആ ഹംസ രണ്ടത്താണിയുടെ അനിയൻ. നിന്റെ പേര് മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ കയറൊട്ടിക്കാൻ തുടങ്ങി. നിന്റെ അഭിനയം നാടകമാണ്, റിയലിസ്റ്റിക് അല്ല, പിന്നെ ഏതോ ലോക്കൽ ബാർ കയറി അടിയുണ്ടാക്കി, ഇത് ക്യാരി ചെയ്യാൻ നീ അർഹനല്ല, അങ്ങനെ ഓരോ തട്ടാമുട്ടി കാരണങ്ങൾ. ഞങ്ങളിപ്പോൾ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല. ഒരു അവാർഡിലൊന്നും അത്ര വലിയ കാര്യമില്ല. പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുത് വാങ്ങണം മോഹൻ. ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ. അവിടെ ഈ രണ്ടത്താണിക്കും നൗഷാദിനുമൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ അലഞ്ഞവരാ, കഷ്ടപ്പെട്ടവരാ, സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ. ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്കെ പറയാൻ ഒരു ശബ്ദം, അത് നമുക്ക് വേണം. അവസാന നിമിഷത്തെ ഭാഗ്യക്കേട് എൻ്റെ കൂടെ പിറപ്പാ. നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട, ഞാനിങ്ങനെയൊക്കെ തന്നെ കഴിഞ്ഞോളാം. സാറേ, ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നതല്ലല്ലോ. നമുക്കിത് അപ്ലൈ ചെയ്യണം സാറേ. മോളെ, നീ ഇതിൻ്റെ പ്രൊസീജിയേഴ്സും ഫോർമാലിറ്റീസും ഒക്കെ ഒന്ന് ഗൂഗിളിൽ നോക്കിയേ. ഓക്കെ, ശരി. ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല. നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു. എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ. തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും തൻ്റെ ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ ചെയ്യും. എടോ, താൻ ഇത് അർഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇടിച്ചു നിൽക്കുന്നത്. അങ്കിൾ, ആ നോക്കിയോ? ജാനുവരി 25 നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. നാളെ The entry should be submitted on or before 25th January 5 PM in the National Film Award Committee Office, New Delhi. എന്ന് പറഞ്ഞാൽ ഇനി 24 മണിക്കൂർ പോലും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഏത് കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ്. സാറേ, 24 മണിക്കൂറേ ഉള്ളൂ എന്നല്ല, 24 മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ? നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാൻ സാറേ. സാർ അത്രയ്ക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ, പിന്നെന്താ? പ്രകാശേ, നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ വെച്ചാൽ നോക്കുക. ഞാനിപ്പം വയനാട് തിരുനെല്ലിയില സർക്കാരിന് വേണ്ടി ഒരു ഡോക്യുമെന്ററിയുടെ ഷൂട്ടില്. എന്റെ അസിസ്റ്റൻസ് എല്ലാവരും ഇവിടെ. അപ്പൊ ഇനി എന്ത് ചെയ്യും? നാളെ രാവിലെ 10 മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം. ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റും വാട്സപ്പ് ചെയ്യാം. ഒന്ന് ആഞ്ഞു പിടിച്ചാൽ നടത്തിയെടുക്കാവുന്നുള്ളൂ. പ്രകാശേട്ടാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ. എന്താ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ. നമുക്കൊന്ന് ശ്രമിക്കാം. കൃഷ്ണനുണ്ണി, എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് ചെയ്താൽ മതി. എന്ത് വേണേ പറഞ്ഞോ സാറേ, ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യാം. നമുക്കിത് വേണം സാറേ. എന്നാ തുടങ്ങിക്കളയാം. ഓക്കെ.